ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ SSLCയുടെ എക്സാം എഴുതാൻ വേണ്ടി, മാത്സിൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്കൊക്കെ പാറ്റേൺ മാറാൻ സാധ്യതകളൊക്കെയുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പാഠഭാഗത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ, അതായത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അത്യാവശ്യം മാർക്ക് പ്രതീക്ഷിക്കുന്ന എല്ലാ കുട്ടികളും തന്നെ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കേണ്ട, പഠിക്കേണ്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഓൾറെഡി ലീഡ്സ് അക്കാദമിയുടെ ആപ്പിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ലഭ്യമായിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിനിമം ചെയ്ത് നോക്കിയിട്ട് പോകേണ്ട ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്കൂളുകളിലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ലീഡ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് റീകോൾ ചെയ്യാം, ഒരിക്കൽ കൂടി ഒന്ന് തിരിച്ചു വിളിക്കാം, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയും കൂടി ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാഠത്തിലേക്ക് തന്നെ പോകാം. അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത് നോക്കേണ്ട ചോദ്യങ്ങൾ പേജ് നമ്പർ 15 ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് പറയുന്നത് കേട്ടോ. ദെൻ ഇത് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്നല്ല. പേജ് നമ്പർ 15 ചോദ്യം നോക്കാം. പേജ് നമ്പർ 15 നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ algebraic expression for each of the following sequences below. താഴെ തന്നിരിക്കുന്ന ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതാൻ. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. കാരണം വളരെ സിമ്പിളായിട്ട് എഴുതാം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പർ, ഒറ്റ സംഖ്യയുള്ള ശ്രേണി, അതുപോലെ തന്നെ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3, 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന സീക്വൻസ്. അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഓർക്കുക, എന്താണോ ശിഷ്ടം റിമൈൻഡർ, അതാണ് ഫസ്റ്റ് ടൈമായിട്ട് വരേണ്ടത്. ഏത് സംഖ്യയും കൊണ്ടാണോ ഹരിക്കുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്, അതായിരിക്കും ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. വളരെ സിമ്പിളായിട്ട് തന്നെ അത് എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് പേജ് നമ്പർ 21 ചോദ്യം. നമുക്ക് പേജും എല്ലാം മറിച്ചോ, ഞാനും മറിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് മറിക്കാം. പേജ് നമ്പർ 21 വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ പേജ് നമ്പർ 21 രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇതിലേതെങ്കിലും ഒരു 2 എണ്ണം ചെയ്തേക്ക്. ഇനി ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഇല്ലെങ്കിൽ ഒന്നാമത്തെയോ അഞ്ചാമത്തെയോ ഏതെങ്കിലും 2 എണ്ണം ചെയ്ത് വയ്ക്കുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തേർഡ് ടൈം 2 ആൻഡ് ഫിഫ്ത്ത് ടൈം 3, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വയ്ക്കുന്നു. അതായത് മൂന്നാം പദം 2, സോറി അതല്ല, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, രണ്ടാം പദം 5, അഞ്ചാം പദം 2, തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ചോദ്യങ്ങൾ. അങ്ങനത്തെ ചോദ്യങ്ങളിൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം എപ്പോഴും ചോദിക്കുന്ന കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു 99% ചോദ്യങ്ങളിലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പ വഴിയുണ്ട്. അതായത് ഈ രണ്ടാം പദം 5, അഞ്ചാം പദം 2 ഇങ്ങനെ തിരിച്ചും മറിച്ചുമാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? -1 ആയിരിക്കും, -1 ആയിരിക്കും. അപ്പോൾ ആ ചോദ്യം നോക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. അതേപോലെ തന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യവും മൂന്നാമത്തെ ചോദ്യവും നന്നായിട്ട് നോക്കി വയ്ക്കുക. ദെൻ ഇനി നമുക്ക് നേരെ പേജ് നമ്പർ 25 പോകേണ്ടത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ കിടക്കുന്നത് 25 പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പഠിച്ചോന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇത്. ഇതിനകത്ത് നമുക്ക് 5ാമത്തെയും 6ാമത്തെയും പ്രൂവ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ, തെളിയിക്കാനുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് പോകുക. ചിലപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങൾ വരുന്നത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എങ്കിലും ഫുൾ A+ ഉദ്ദേശിച്ച് പോകുന്ന കുട്ടികൾ ഈ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇനി അല്ലാത്തവരാണെങ്കിലും അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന്, സമാന്തര ശ്രേണിയിൽ നിന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞ ചോദ്യം വന്നു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾ എന്ത് കണ്ടുപിടിച്ച് വയ്ക്കുക? ആൾജിബ്രൈക് ഫോം ഇല്ലെങ്കിൽ ബീജഗണിത രൂപമെങ്കിലും ചെയ്തു വയ്ക്കുക. കാരണം ബീജഗണിത രൂപം ചെയ്തു വെച്ചിട്ടാണ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ മിനിമം ആ കാര്യം നോക്കുക.
ദെൻ അടുത്ത പേജ് നമ്മൾ 28ാമത്തെ പേജിലേക്കാണ് പോകുന്നത്. 28ാമത്തെ പേജിൽ നമ്മുടെ ചോദ്യങ്ങൾ 5ഉം 6ഉം ചോദ്യങ്ങൾ. ഓക്കെ, 5ഉം 6ഉം ചോദ്യങ്ങൾ. 6 വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് 6ാമത്തെ ചോദ്യം. ഈ ടൈപ്പ് ഒരു ചോദ്യം എന്തായാലും ഒരു 90% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. മിക്കപ്പോഴും 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് നല്ല മികച്ച രീതിയിൽ അത് ചെയ്ത് പഠിക്കുക. ദെൻ അത് ചെയ്യുന്നതിന് മുമ്പ് 5ാമത്തെ ചോദ്യങ്ങളിൽ ഒന്നല്ലെങ്കിൽ 1ഉം 2ഉം ചെയ്യുക, അല്ലെങ്കിൽ 3ഉം 4ഉം ഏതെങ്കിലും 2എണ്ണം അടുപ്പിച്ച് 2എണ്ണം ചെയ്ത് നോക്കുക. കാരണം ഒന്നാമത്തെ പോലെ തന്നെ അതേ മെത്തേഡിൽ തന്നെയാണ് 3ാമത്തെ ചോദ്യവും, 2ാമത്തേത് എങ്ങനെ ചെയ്യുന്നോ അതേ മെത്തേഡിൽ തന്നെയാണ് 4ാമത്തെ ചോദ്യവും ഉള്ളത്. അപ്പോൾ അത് ഒന്ന് ചെയ്ത് നോക്കണം. അതിനുശേഷം വരുന്ന പേജ് നമ്പർ 35ലേക്കാണ് നമ്മൾ പോകുന്നത്. 35 പേജ് മറിച്ചോളൂ. 35ാമത്തെ പേജിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ എന്താണ് നോട്ടിൽ എഴുതി വെക്കുക. ഇന്ന ചോദ്യങ്ങൾ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഒരു ഹൈലൈറ്ററോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് കളർ ചെയ്യാൻ പാകത്തിന് കളർ ചെയ്താൽ വായിക്കാൻ പറ്റുന്നുണ്ടോ, വൃത്തികളാകാത്ത രീതിയിൽ പെൻസിലോ പേനയോ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാം. ഇനി നമ്മൾ എന്താണ് 35ാമത്തെ പേജിലേക്ക് വന്നാൽ 2, 3, 4 ചോദ്യങ്ങൾ. 2, 3, 4 ചോദ്യങ്ങൾ. ഓക്കെ, സമ്മിൻ്റെയാണ്, അതായത് തുക കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കുക. ദെൻ 5ാമത്തെ ചോദ്യം ഓൾജിബ്ര എക്സ്പ്രഷൻ ഓഫ് എ സം, തുകയുടെ ബീജഗണിത രൂപം. അതായത് SN = Pn² + Qn എന്ന് പറയുന്ന ഫോമിൽ വരുമ്പോൾ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. Pയും Qയും കൂട്ടിയാൽ ആദ്യ പദം കിട്ടും. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 × P, അതായത് n² കൂടെയുള്ള സംഖ്യേനെ 2 കൊണ്ട് ഗുണിച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടുമെന്ന് അറിയാം. അത് ഉപയോഗിച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആൾജിബ്ര എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് ചോദിച്ചോട്ടെ, ഫസ്റ്റ് ടൈമോ കോമൺ ഡിഫറൻസോ സീക്വൻസോ ആദ്യപദമോ പൊതുവ്യത്യാസമോ ശ്രേണിയോ എന്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ കാര്യം ഉപയോഗിക്കാം. 1ാമത്തെയും 2ാമത്തെയും ചോദ്യങ്ങളൊന്ന് വെറുതെ ചെയ്തു നോക്കുക. ഓക്കെ, ദെൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ നമുക്ക് 38ാമത്തെ പേജിലാണ് 8ാമത്തെ ചോദ്യം. അതായത് ഇങ്ങനത്തെ പാറ്റേൺ ആയിട്ട് വരുന്നത്. പാറ്റേൺ പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഏത് തരത്തിൽ പാറ്റേൺ ആണെങ്കിലും അതിന് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ 8ാമത്തെ ചോദ്യം നോക്കുക. 9 നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ, ഇനി 8 ചെയ്തില്ലെങ്കിൽ 9 ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നായിരിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസ് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്ന് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ ഇതേപോലത്തെ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഡയറക്റ്റ് ചോദ്യങ്ങൾ വന്നില്ലെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ചെയ്ത് പഠിക്കുന്ന ഈ ടൈപ്പ് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും പരീക്ഷയ്ക്കുണ്ടാവും, ഉറപ്പാണ്. ദെൻ നമുക്ക് അടുത്ത പാഠത്തിലേക്കും കൂടി ഒന്ന് പോകാം. സർക്കിൾസ് എന്ന് പറയുന്ന പാഠം. അപ്പോൾ സർക്കിൾസ് എന്ന് പറയുന്ന പാഠത്തിൽ പേജ് നമ്പർ 42 എടുത്ത് 42 ഞാൻ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റാണ് കാണിക്കുന്നത്, കുഴപ്പമില്ല. മലയാളം മീഡിയത്തിൽ നിങ്ങൾക്ക് ഫിഗറുകൾ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ. പേജ് നമ്പറും 42-ലെ 1ാമത്തെ ചോദ്യവും 2ാമത്തെ ചോദ്യം. 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ വൃത്തത്തിലാണ്, 90 കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്തായിരിക്കും, ഔട്ട്സൈഡ് ദ സർക്കിളായിരിക്കും. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ്, ഇൻസൈഡ് ദ സർക്കിളായിരിക്കും. 90 കൂടുതലാണെങ്കിൽ വൃത്തത്തിനകത്തായിരിക്കും. എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യേണ്ട 2 ചോദ്യങ്ങളാണ്. ആ 2 ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ അടുത്ത നമുക്ക് പേജ് നമ്പർ 53ലേക്ക് പോകാം. പേജ് നമ്പർ 53 എടുത്ത് 53 ചോദ്യങ്ങൾ പോട്ടെ. 53ാമത്തെ പേജ് എന്നെക്കാട്ടും മുന്നേ നിങ്ങൾ മറിച്ചെത്തിയിട്ടുണ്ടാവില്ലേ. പേജ് നമ്പർ 53. 53-ലൊരു ചോദ്യമുണ്ട്. 53-ലെ 1ാമത്തെ ചോദ്യം. അതിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1, 2, 3 മൂന്നും ചെയ്ത് നോക്കുക. സിമ്പിളാണ്. ഇതേപോലത്തെ ചോദ്യങ്ങൾ പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചിത്രം വരച്ച് വയ്ക്കണം. ചിത്രം വരച്ചിട്ട് ഇതിനകത്ത് തന്നിരിക്കുന്ന അളവുകൾ അടയാളപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ. 3ഉം ഒരേ കോൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്ന ചോദ്യങ്ങളാണ്. അതായത് ഒരു ആർക്ക്, ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും എന്നുള്ള കോൺസെപ്റ്റ്. അതേപോലെ തന്നെ ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റും, ഒപ്പം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ, 2 വശങ്ങൾ തുല്യമായിട്ടുള്ള സമപാർശ്വ ത്രികോണങ്ങളുടെ 2 വശങ്ങളും 2 കോണുകളും തുല്യമായിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ആ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1ാമത്തെ ചോദ്യം മറക്കാണ്ട് തന്നെ ചെയ്ത് നോക്കുക.
ദെൻ അടുത്ത പേജ് എന്ന് പറയുന്നത് 54-ാമത്തെ പേജിലാണ്. 54-ാമത്തെ പേജിൽ 6-ാമത്തെ ചോദ്യം വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം കൺസ്ട്രക്ഷനാണ്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? വരച്ച് തന്നെ നോക്കണം. കൺസ്ട്രക്ഷനുമായിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ലീഡ്സ് അക്കാദമി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഓക്കെ, കാരണം നമുക്ക് ഏറ്റവും എളുപ്പം മാർക്ക് കിട്ടുന്ന രീതിയാണ് നിർമ്മിതി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് 59-ാമത്തെ പേജിലേക്കാണ്. പേജ് നമ്പർ 59. 59-ൽ 1-ാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തൊട്ട് മുന്നേ നിങ്ങളോട് ചോദ്യം പറഞ്ഞില്ലായിരുന്നോ, ഒരു 3 സബ് ക്വസ്റ്റ്യൻസ് വരുന്നത്? അത് അല്ലെങ്കിൽ ഇത് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ചോദ്യമാണ്. അതുകൊണ്ട് പേജ് നമ്പർ എത്രയാണ്? 59-ലെ 1-ാമത്തെ ചോദ്യം. ദെൻ 2, 3, 4 ഓപ്ഷനാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കി വയ്ക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രൂവ് ചെയ്യാനാണ്, തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ തെളിവ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. പ്രൂഫിനേക്കാൾ ഉപരി അത് എന്താണോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അത് ഉപയോഗിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴുമായിട്ട് പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത നമുക്ക് നേരെ എത്രാമത്തെ പേജിലേക്ക്? 67-ാമത്തെ പേജിലേക്ക് പോകാം. 67, 67-ാമത്തെ പേജ് എടുക്കുക. 67-ാമത്തെ പേജിൽ നമുക്ക് ഒരു പ്രൂഫുണ്ട്. 1-ാമത്തത്. ഈ പ്രൂഫ് അങ്ങനെ തന്നെ ചോദിക്കാറില്ല, വല്ലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രൂഫ് ഉപയോഗിച്ച് ചെയ്യാനുള്ള കണക്കുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഞാനിത് എല്ലാവരോടും ചെയ്യാൻ പറയുന്നില്ല. A+ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻസ് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ സമയത്തിനനുസരിച്ച്. ഓക്കെ, ദെൻ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2-ാമത്തെ ചോദ്യം അതേപോലെ 3-ാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കാറുള്ള വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിർമ്മിതിയാണ്, കൺസ്ട്രക്ഷനാണ്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? വരച്ച് പഠിക്കുക. ഓക്കെ, ദെൻ 5-ാമത്തെ ചോദ്യം, 5-ാമത്തെയോ 6-ാമത്തെയോ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അല്ല, PA × PB = PC × PD, PA × PB = PC² എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ അത് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ ടൈം കിട്ടുമെങ്കിൽ ഈ ഒരു ചോദ്യം കൂടി എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. ദെൻ നമ്മൾ ഒരു പാഠത്തിലേക്കും കൂടി ജസ്റ്റ് പോവുകയാണ്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാഠമാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്നത്. അതിൽ പേജ് നമ്പർ 71 എടുക്കുക. 71-ലെ 2ഉം 3ഉം ചോദ്യം ചെയ്ത് നോക്കുക. എന്തായാലും ചെയ്യുക. വരുവാൻ 2ഓ 3ഓ അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ദെൻ ഡയറക്റ്റ് ചോദിക്കാം, അല്ലാതെയാണെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കാം. ദെൻ പേജ് നമ്പർ 72-ലേക്ക് വന്നു കഴിഞ്ഞാൽ 72-ലും 73-ലും അതായത് ജോമെട്രിക്കൽ ചാൻസ് ഉണ്ട്. ജോമെട്രിക്കൽ ചാൻസ് ഒന്ന് ചെയ്തു നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും അത് നോക്കിയിട്ട് പോരുക. ചെറിയൊരു ടോപ്പിക്ക് മാത്രമുണ്ട്, പോർഷൻ മാത്രമാണ്. ചിലപ്പോൾ ആ ഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി പെയേഴ്സ്, ജോഡികളാക്കുന്ന ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പേജ് നമ്പർ 75-ൽ 2ാമത്തെയും 3ാമത്തെ ഏതാണ്ട് ഒരേപോലെ വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ പരീക്ഷയ്ക്ക് വരുവാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം ഡയറക്റ്റ് തന്നെ വേണമെങ്കിൽ ഈ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. 2ഉം 3ഉം നിർബന്ധമായിട്ടും എല്ലാ തരം കുട്ടികളും എന്ത് ചെയ്യണം? ചെയ്ത് നോക്കിയിട്ടേ പോകാവുള്ളൂ. ദെൻ അടുത്തത് നമ്മൾ പേജ് നമ്പർ 78-ലേക്ക് വന്നു കഴിഞ്ഞാൽ 78-ാമത്തെ പേജ് നമ്പറിലുള്ള എല്ലാ ചോദ്യവും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2ഉം 4ഉം നിർബന്ധമായിട്ടും നോക്കിയിട്ട് പോകണം. ഇതിൽ 1ാമത്തെ ചോദ്യം പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2ാമത്തെ ചോദ്യവും അങ്ങനെ തന്നെ ചോദിക്കാറുള്ള ചോദ്യമാണ്. ദെൻ 4ാമത്തെ ചോദ്യം പലപ്പോഴുമായിട്ട് ഡൈസിൻ്റെ കാര്യം, അല്ലെങ്കിൽ മലയാളത്തിൽ പകിട എന്ന് പറയും. പകിട ഡൈസ് നമ്മൾ കളിക്കുന്ന, അത് ഉരുട്ടുമ്പോൾ കിട്ടുന്ന പോസിബിലിറ്റീസ്, സാധ്യതകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അത് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത്രയും ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാനുള്ളൊരു സമയം ഒരു 1.25 മണിക്കൂർ, 1 മണിക്കൂറും 15 മിനിറ്റുമാണ്. ഇതിനിടയ്ക്ക് ചെറിയ ഇൻ്റർവെൽസൊക്കെ എടുക്കാം. ആ ഇൻ്റർവെൽസൊക്കെ എടുത്ത ശേഷം എന്ത് ചെയ്യുക? പിന്നെ 1.25 മണിക്കൂറിനുള്ളിൽ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യുക?
കംപ്ലീറ്റ് ചെയ്യുക, തീർത്തിട്ടുണ്ടാവണം. അത് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കണം, ഞാനിത് തീർക്കും എന്ന്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ തീർക്കുക. ദെൻ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത മണിക്കൂറിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നന്നായി പ്രാക്ടീസ് ചെയ്യുക, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ. വീണ്ടും കാണാം. ബൈ.